ഇന്ന് രാജ്യത്ത് ഒരു പ്രതിപക്ഷം നിലവിലുണ്ടോ? ആരെങ്കിലും ഇങ്ങനെയൊരു ആശങ്ക ചോദ്യമായി ഉയർത്തിയാൽ അവരെ കുറ്റം പറയാനാകില്ല. കാരണം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ, പ്രതിരോധത്തിലാക്കാൻ ഒരു പിടി വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന് വീണുകിട്ടിയിരിക്കുന്നത്. എന്നാൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ ഇന്ത്യ സഖ്യത്തിനോ അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കോ കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അടുത്തിടയ്ക്ക് രാജ്യത്തെ തന്നെ പിടിച്ചുലച്ച എത്രയെത്ര വിഷയങ്ങളുണ്ടായി. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, CBSE പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമക്കേട്, രാമക്ഷേത്ര കൊള്ള, അങ്ങനെ എന്തെല്ലാം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ രാഹുൽ ഗാന്ധി ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയെങ്കിലും അത് പ്രതിപക്ഷത്തിന് ഒരു ദേശീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഏറ്റവും ഒടുവിൽ രാമക്ഷേത്ര കൊള്ളയിലും അത് തന്നെ സ്ഥിതി. ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും തരത്തിലുള്ള പരസ്യ പ്രതിഷേധത്തിന് ഇനിയും മുതിർന്നിട്ടില്ല. എന്താണ് കോൺഗ്രസിനെ ഈ വിഷയങ്ങളിലൊക്കെ പിന്നോട്ട് വലിക്കുന്നതെന്ന ചോദ്യം പ്രസക്തമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJPയെ കൊണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ മറുപടി പറയിക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ട്. എന്നാൽ അത് കൃത്യമായി നിർവഹിക്കുന്നതിൽ അവർ ദയനീയമായി പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രാജ്യത്തെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്രയ്ക്ക് കത്തയച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യം അപകടാവസ്ഥയിലാണെന്നും അതിനാലാണ് അസാധാരണമായ രീതിയിൽ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനം തുടർച്ചയായി അട്ടിമറിക്കപ്പെടുന്നുവെന്നും ഇതിൽ നീതിന്യായ സംവിധാനം ഫലപ്രദമായി ഇടപെട്ടില്ലെങ്കിൽ അത് രാജ്യത്തെ തകർക്കുമെന്നും കത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു. മറ്റെല്ലാ സംവിധാനങ്ങളും പരാജയപ്പെടുമ്പോഴും രാജ്യത്തെ ജനങ്ങൾ നീതിന്യായ സംവിധാനത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു. അതിനാൽ നീതിന്യായ സംവിധാനം പ്രതികരിക്കാൻ പരാജയപ്പെടുമ്പോൾ അത് റിപ്പബ്ലിക്കിന്റെ സമ്പൂർണ്ണ തകർച്ചയായി മാറും. ഭരണഘടനാ സ്ഥാപനങ്ങൾ സമ്പൂർണ്ണമായി പരാജയപ്പെടുമ്പോൾ ജനാധിപത്യം അരാജകത്വത്തിലേക്ക് മാറുമെന്നും കത്തിൽ പറയുന്നു. 6 പേജുള്ള കത്തിൽ 23 പാർട്ടി പ്രതിനിധികളാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് പുറത്തു നിൽക്കുന്ന AAP-DMK പാർട്ടികളും കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട് എന്നതാണ് പ്രധാനം. ഇതിലൂടെ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടെന്ന പ്രതീതി സൃഷ്ടിക്കാൻ നേതാക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പ്രവൃത്തിയിൽ ഇന്ത്യ സഖ്യത്തെ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഖേദകരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ രാജ്യം കണ്ടു. 400-ലേറെ സീറ്റെന്ന അവകാശവാദവുമായി പോയ BJPക്ക് 250 സീറ്റുകൾ പോലും നേടാൻ സാധിച്ചില്ല. പ്രാദേശിക പാർട്ടികളുടെ പിന്തുണയോടെയാണ് അന്ന് BJP സർക്കാർ രൂപീകരിച്ചത്. അവിടെ പ്രതിപക്ഷത്തിന്റെ കൂട്ടായ്മയും അതിന്റെ വിജയവും കാണാൻ കഴിഞ്ഞു. എന്നാൽ 2 വർഷങ്ങൾക്കിപ്പുറം എത്തുമ്പോൾ ഇന്ത്യ സഖ്യം ഛിന്ന ഭിന്നമായി മാറിയിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസിന് എഴുതിയ കത്തുകൊണ്ടൊന്നും ആ ഭിന്നത ഇല്ലാതാകുന്നില്ല. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പ്രതിപക്ഷത്തെ കൂടുതൽ ദുർബലമാക്കിയിരിക്കുന്നു. പല പ്രതിപക്ഷ പാർട്ടികളെയും ഭിന്നിപ്പിച്ച് BJP തങ്ങൾക്കൊപ്പം ചേർത്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വിഷയാധിഷ്ഠിതമായി പോലും ഒന്നിക്കാനോ BJPക്കെതിരെ പോരാടാനോ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് അതിന് കഴിയുന്നുമില്ല. അതിനിടയിലാണ് ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദില്ലിയിലെ തെരുവുകളിൽ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. അത് രാഹുൽ ഗാന്ധിയെ കാണുവാനില്ല എന്ന് പറഞ്ഞായിരുന്നു. വിവരം കിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും പോസ്റ്ററിൽ പരിഹസിക്കുന്നുണ്ട്. ആ പോസ്റ്ററിന് പിന്നിൽ ആരാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ ആ പരിഹാസ പോസ്റ്ററിൽ കാര്യമുണ്ട്. നിർണായകമായ പലതും നടക്കുന്ന ഈ ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി എന്തു ചെയ്യുന്നു എന്ന ചോദ്യം പ്രസക്തമാണ്. നീറ്റിൽ രാഹുൽ തുടങ്ങിവെച്ച പോരാട്ടം കോക്രോച്ച് ജനതാ പാർട്ടിയിലെ യുവാക്കൾ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. രാജ്യത്തെ വിലക്കയറ്റം, ഇന്ധനക്ഷാമം, കർഷക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ജനകീയ വിഷയങ്ങളിൽ പോരാട്ടം നടത്തേണ്ട രാഹുലും പ്രതിപക്ഷവും ഒന്നും ചെയ്യുന്നില്ല. അത് BJPക്കും പ്രധാനമന്ത്രി മോദിക്കും ചെറുതല്ലാത്ത സഹായമായി മാറുന്നുണ്ട് എന്നതിൽ തർക്കവുമില്ല. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിച്ച് ദുർബലമാക്കി പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് മോദിയും ഷായും. അത് കയ്യും കെട്ടി നോക്കി നിൽക്കാനേ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിയുന്നുള്ളൂ എന്നതാണ് സത്യം.